പാക് ഷെല്ലാക്രമണത്തിൽ രജൌരിയിൽ ഒരു മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അഡീഷണൽ ജില്ലാ വികസന കമ്മീഷണർ രാജ്കുമാർ താപ്പയാണ് കൊല്ലപ്പെട്ടത്. ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയാണ് വിവരം അറിയിച്ചത്. ഇന്നലെയും മുഖ്യമന്ത്രിയുടെ ഓൺലൈൻ യോഗത്തിൽ പങ്കെടുത്തയാളാണെന്നും കശ്മീർ സർക്കാർ അറിയിക്കുന്നുണ്ട്. നോബൽ മാരിക്കാരനുണ്ട്. രജൌരിയിൽ നിന്ന് രാജ്കുമാർ താപ്പ കൊല്ലപ്പെട്ട സ്ഥലത്താണ് ഇപ്പോൾ നമ്മുടെ പ്രതിനിധി നിൽക്കുന്നത്. നോബൽ വളരെ സുരക്ഷിതമായ സ്ഥലമാണോ? ആണെങ്കിൽ മാത്രമേ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യാവൂ, അതല്ലെങ്കിൽ നമുക്ക് മറ്റൊരു സ്ഥലത്തേക്ക് നീങ്ങാവുന്നതാണ്. എന്താണ് അവിടെ ഇപ്പോഴത്തെ അവസ്ഥ? അരുൺ, നമ്മൾ രജൌരിയാണ് ഉള്ളത്. രജൌരിയിൽ ഞാൻ നിൽക്കുന്ന സ്ഥലത്താണ് അഡീഷണൽ DC രാജ്കുമാർ താപ്പ ഷെല്ലാക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഈ കാണുന്ന ഈ കെട്ടിടത്തിലായിരുന്നു അദ്ദേഹം കിടന്ന് ഉറങ്ങിക്കൊണ്ടിരുന്നത്. പുലർച്ചെ 5 മണിയോടെ ശക്തമായ ഷെല്ലാക്രമണം. നമുക്ക് ആ ഭിത്തി ഒന്ന് കണ്ടു കഴിഞ്ഞാൽ കാണാൻ കഴിയും എത്രത്തോളം ഷെല്ലാക്രമണം ഈ മേഖലയിൽ ഇന്ന് പുലർച്ചെ അല്പം മുമ്പ് വരെ ഉണ്ടായി എന്നുള്ളത്. ആ ഭിത്തികളിൽ മുഴുവൻ ഷെല്ലുകൾ പതിച്ച പാടുകളാണ്. ആ മുകളിൽ കാണുന്ന ജനാല വഴിയാണ് ഷെല്ലിന്റെ ഒരു കഷ്ണം അകത്തേക്ക് പോയത്. അദ്ദേഹം അകത്ത് കിടന്ന് ഉറങ്ങുകയായിരുന്നു. രാജ്കുമാർ താപ്പ ആ മുറിയിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നു. ആ ഷെല്ല് പതിച്ചാണ് അദ്ദേഹത്തിന് അന്ത്യം സംഭവിച്ചത്. മുറിയിൽ വെച്ച് തന്നെ അദ്ദേഹത്തിന് അന്ത്യം സംഭവിച്ചെന്ന പ്രാഥമിക വിവരമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. പിന്നാലെ തന്നെ അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റി. ഇത്തരത്തിൽ അപകടം ഉണ്ടായതിന് പിന്നാലെ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാൻ അവിടെ വെച്ച് തന്നെ ഈ മുറിയിൽ വെച്ച് തന്നെ ജീവൻ നഷ്ടമായെന്ന സൂചനയാണ് പുറത്തേക്ക് വരുന്നത്. വലിയ നാശനഷ്ടമാണ് ഇത് എന്ന് പറയുന്നത്. ഉദ്യോഗസ്ഥർ, അതായത് പോലീസ് ഉദ്യോഗസ്ഥർ അടക്കം താമസിക്കുന്ന ഒരു ക്വാർട്ടേഴ്സ് ആണ്. ഈ ക്വാർട്ടേഴ്സിലേക്കാണ് ശക്തമായ ആക്രമണം ഇന്ന് പുലർച്ചെ ഏറെക്കുറെ 4 മണി മുതൽ അല്പം മുമ്പ് വരെ ഉണ്ടായത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഇത് അദ്ദേഹത്തിന്റെ വാഹനമാണ്, DC-യുടെ വാഹനമാണ്. ഈ വാഹനത്തിൽ അഡീഷണൽ DC-യുടെ വാഹനമാണ്. ഈ വാഹനം ഏറെക്കുറെ വലിയ കേടുപാടുകൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഷെല്ലുകളൊക്കെ എത്രത്തോളം അകത്തേക്ക് തുളച്ച് കയറിയിട്ടുണ്ട് എന്നത്, അത്തരത്തിൽ വലിയ ആക്രമണം ഈ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട് എന്നത് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. വാഹനത്തിന്റെ ചിരികൾ തകർന്നിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ച എന്ന് പറയുന്നത് അത് ഈ ഭിത്തിയിലുള്ള കാഴ്ചകൾ തന്നെയാണ്. എത്രത്തോളം ശക്തമായി തന്നെയാണ് DC അടക്കം കൊല്ലപ്പെട്ട ഈ ആക്രമണം എന്ന് പറയുന്നത് എത്രത്തോളം ശക്തമായി നിരന്തര ഷെല്ലുകൾ ഇങ്ങോട്ട് പതിക്കുകയായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ പല ഭാഗങ്ങളിലും ഷെല്ലുകൾ പതിച്ച് വേഗം കണ്ടു കഴിഞ്ഞു. കാരണം ഈ മേഖലയിൽ വലിയ ആക്രമണം ഉണ്ടായി എന്ന് ഞാൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. ഈ ഭിത്തിയെ കാണാൻ കഴിയും. ഇത് മുഴുവൻ ഷെല്ലുകൾ വന്ന് പതിച്ച പാടുകളാണ്. അത്തരത്തിൽ ശക്തമായ ഷെല്ലാക്രമണം നമ്മൾ രാവിലെ 4:30 മുതൽ 4:45 മുതൽ ഏറെക്കുറെ ശക്തമായ ഷെല്ലാക്രമണം രജൌരിയിൽ കാണുന്നതാണ്, കേൾക്കുന്നതാണ്. കാരണം രജൌരിക്ക് ഏകദേശം 18 കിലോമീറ്റർ അകലെയാണ് യഥാർത്ഥ LOC ഉള്ളത്. പക്ഷെ അത്ര ദൂരത്തേക്ക് പോലും ഷെല്ലുകൾ അടിച്ചിടാൻ ഇത്തരത്തിൽ പാകിസ്ഥാൻ ശ്രമിച്ചു എന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. വലിയ കേടുപാടുകൾ ഒരു അഡീഷണൽ DC-ക്ക് മരണം സംഭവിക്കുക മാത്രമല്ല വലിയ കേടുപാടുകൾ ഈ മേഖലയ്ക്ക് ഉണ്ടാക്കാൻ, പ്രത്യേകിച്ച് ട്രാൻസ്ഫോമറുകൾ, അതോടൊപ്പം ഇലക്ട്രിക് സംവിധാനങ്ങൾ, അത്തരത്തിൽ വലിയ കേടുപാടുകൾ ഈ മേഖലയിൽ ഉണ്ടാക്കി എന്നതാണ് നമുക്ക് മനസ്സിലാവുന്നത്. അഡീഷണൽ DC രാജ്കുമാർ താപ്പയ്ക്ക് ഈ മുറിയിൽ വെച്ചാണ് ജീവൻ നഷ്ടപ്പെട്ടത്. ഇവിടെ വെച്ചാണ് അദ്ദേഹത്തിന് ഷെല്ലാക്രമണം ഉയർത്തത്. അത്തരത്തിൽ ശക്തമായ ആക്രമണം. ഓക്കെ, നോബൽ മാരിക്കാരനാണ് ഇന്നലെ അഡീഷണൽ ജില്ലാ വികസന കമ്മീഷണർ താപ്പ കൊല്ലപ്പെട്ട അദ്ദേഹത്തിന്റെ ഫ്ളാറ്റിന് മുന്നിൽ നിന്നും എക്സ്ക്ലൂസീവായ വിഷ്വൽസും റിപ്പോർട്ടും നൽകുന്നത്. വളരെ അപകടകരമായ സാഹചര്യമാണ് അവിടെയുള്ളത്. താപ്പയുടെ വാഹനവും തകർന്നിട്ടുണ്ട്. ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. നോബൽ, തുടരാം. തീർച്ചയായും അരുൺ, വളരെ അപകടകരമായ സാഹചര്യമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്ന. ശക്തമായ ഏറ്റുമുട്ടൽ ഇപ്പോഴും എന്താണെങ്കിലും ചില ഷെല്ലുമായി ബന്ധപ്പെട്ട ചില ശബ്ദങ്ങളൊക്കെ വിവിധയിടങ്ങളിൽ നിന്ന് മുഴങ്ങുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും ശക്തമായ ഏറ്റുമുട്ടൽ ഇന്ന് പുലർച്ചെയാണ് ശക്തമായ ഏറ്റുമുട്ടൽ ഈ മേഖലയിൽ ഉണ്ടായത്. ഇപ്പോൾ നേരം വെളുത്തപ്പോൾ ഏറെക്കുറെ ഒരു 7 മണി കഴിഞ്ഞ ശേഷം ഏറ്റുമുട്ടലിന് വലിയ തോതിൽ കുറവ് വന്നിട്ടുണ്ട്. സാധാരണഗതിയിൽ അങ്ങനെയാണ്. സാധാരണ ദിവസങ്ങളിലൊക്കെ 10 മണി മുതൽ ഒരു 6 മണി വരെയൊക്കെയാണ് ഏറ്റുമുട്ടൽ ഉണ്ടാകാറുള്ളത്. പക്ഷേ ഇന്നിപ്പോൾ 7 മണിക്ക് ശേഷവും ശക്തമായ ഷെല്ലിംഗ് ഉണ്ടായി എന്നാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. അത്തരത്തിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ പ്രഹരം ഏൽപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ ഈ ഇന്റർലോക്കുകൾ ഇട്ട മുറ്റമാണ്. ആ മുറ്റത്തൊക്കെ ഷെല്ലുകൾ വീണിട്ടുണ്ട്. അത്തരത്തിൽ വാഹനത്തിന് വലിയ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ശക്തമായ ആക്രമണം ഈ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് യാഥാർത്ഥ്യം. എന്താണെങ്കിലും നിലവിലത്തെ സാഹചര്യത്തിൽ ഷെല്ലാക്രമണങ്ങൾ വലിയ പ്രതിസന്ധി, പ്രത്യേകിച്ച് അഡീഷണൽ DC അടക്കമുള്ള രാജ്കുമാർ താപ്പയെ പോലുള്ള ഉന്നത ഉദ്യോഗസ്ഥരടക്കം കൊല്ലപ്പെടുന്നു എന്ന് പറയുന്നത് ശക്തമായി തന്നെ അപലപിക്കേണ്ട ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ ശക്തമായ നിലപാട് ഈ വിഷയത്തിൽ ഇന്ത്യ സ്വീകരിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതിൽ ഒമർ അബ്ദുള്ള അടക്കമുള്ള ആളുകൾ അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് കൃത്യമായ രീതിയിൽ ഇപ്പോൾ ട്വീറ്റുകളൊക്കെ ഇടുന്നത് നമ്മൾ കണ്ടതാണ്. എന്താണെങ്കിലും ശക്തമായ ആക്രമണം ഈ പുലർച്ചെയുമൊക്കെ രജൌരി കേന്ദ്രീകരിച്ച് ഉണ്ടായി. അതിന്റെ ചിത്രങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശക്തമായ ആക്രമണത്തിന്റെ നേർചിത്രങ്ങളാണ് ഇപ്പോൾ റിപ്പോർട്ടർ TVയിലൂടെ ജനം കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും ഇവിടെ മാത്രമല്ല, ഇത് ഈ പറയുന്ന ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഉദ്യോഗസ്ഥർ താമസിക്കുന്ന ക്വാർട്ടേഴ്സാണ്. ഈ ക്വാർട്ടേഴ്സിന്റെ പരിസരത്തേക്ക് നമ്മൾ ഇറങ്ങി കഴിഞ്ഞാൽ ഈ മേഖലയിലൊക്കെ ശക്തമായ ഷെല്ലിംഗ് മറ്റു മേഖലകളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് പുറത്തേക്ക് നമ്മൾ ഇറങ്ങുമ്പോഴൊക്കെ ഇത് പ്രധാനപ്പെട്ട ഈ കവാടം കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് വരികയാണെങ്കിൽ പോലും നമുക്ക് ഷെല്ലിംഗ് നടന്നതിന്റെ മറ്റ് അവശിഷ്ടങ്ങൾ, ഇതൊക്കെ ഈ കാണുന്നതൊക്കെ ഷെല്ലിംഗ് നടന്ന പാടുകളാണ്. ഇതൊക്കെ വലിയ അത്തരത്തിൽ ഇന്റർലോക്കുകൾ ഇട്ട ഒരു മുറ്റമാണ്. അവിടെയൊക്കെ ഷെല്ലുകൾ വീണതിന്റെ ഭാഗങ്ങളാണ്, അത്തരത്തിൽ പാടുകളാണ് നമ്മൾ കാണുന്നത്. പുറത്തേക്ക് വരികയാണെങ്കിൽ നമുക്ക് പൂർണ്ണമായും ഇലക്ട്രിക് സംവിധാനം, ഏറെക്കുറെ വൈദ്യുതി സംവിധാനം രജൌരിയിൽ പൂർണ്ണമായും പലയിടത്തും തകർന്നിട്ടുണ്ട്, തടസ്സപ്പെട്ടിട്ടുണ്ട് എന്നാണ് യാഥാർത്ഥ്യം. ഇതൊക്കെ ഇത്തരത്തിൽ ഷെല്ലിംഗിൽ പൂർണ്ണമായും ഇലക്ട്രിക് കമ്പികളൊക്കെ പൊട്ടി വീണിരിക്കുന്നു. അത്തരത്തിൽ വലിയ പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നു. ഈ ഷെല്ലിംഗ് ഉണ്ടാക്കിയിരിക്കുന്ന പ്രതിസന്ധി അത് ചെറുതൊന്നുമല്ല. ഈ രാജ്കുമാർ താപ്പ താമസിച്ച
കോട്ടേഴ്സിൽ മാത്രമല്ല അതിന്റെ ഓപ്പോസിറ്റ് കാണുന്ന ഈ കോട്ടേഴ്സിലും നമുക്ക് മറ്റു ഉദ്യോഗസ്ഥർ താമസിക്കുന്ന ക്വാർട്ടേഴ്സാണ്. ഇവിടെയുമൊക്കെ വലിയ ആഘാതം ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ കാണാൻ കഴിയും എത്രത്തോളം ആഘാതമാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് എന്നത്. അതോടൊപ്പം തന്നെ ഇത് മറ്റു ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങളാണ്. ഈ വാഹനങ്ങളുടെയൊക്കെ അവസ്ഥ എന്ന് പറയുന്നത് തീർച്ചയായും നമുക്ക് കാണാൻ കഴിയും എത്രത്തോളം പ്രഹരം ഈ വാഹനങ്ങളിലൊക്കെ ഉണ്ടാക്കി. ഇതൊരു XUV വാഹനമാണ് മഹീന്ദ്രയുടെ. ഈ വാഹനത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഏറെക്കുറെ വാഹനം പൂർണ്ണമായും തരിപ്പണമായിരിക്കുന്നു. അത്തരത്തിൽ വലിയ ഷെല്ലിംഗ് ആണ് ഈ മേഖലയിൽ ഉണ്ടായിരിക്കുന്നത്. ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് എത്രത്തോളം ഷെല്ലിംഗ് ഉണ്ടായിട്ടുണ്ട്. നമുക്ക് സാധാരണ അതിന്റെ ഡാഷ്ബോർഡും അത്തരത്തിൽ ഭാഗങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ കാണാൻ കഴിയും എത്രത്തോളം വലിയ പ്രതിസന്ധിയാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അത്തരത്തിൽ ശക്തമായ ഷെല്ലിംഗ് ഉണ്ടായ ഒരു മേഖലയാണ്. നമുക്ക് അത്തരത്തിൽ കൃത്യമായി പ്രത്യേകിച്ച് പാകിസ്ഥാന്റെ ഷെല്ലാക്രമണം അതിരൂക്ഷമായി തന്നെ ഇവിടെ ഉണ്ടായി എന്നതിന്റെ ചിത്രങ്ങൾ കൂടിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിരന്തരമായ ആക്രമണമായിരുന്നു ഇന്ന് പുലർച്ചെ ഉണ്ടായത് എന്ന് വേണം നമുക്ക് വിലയിരുത്താൻ. ഈ പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥർ താമസിക്കുന്നത് ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥർ താമസിക്കുന്ന ഈ സ്ഥലം എന്ന് പറയുന്നതും തൊട്ടടുത്ത് തന്നെ മിലിറ്ററി ക്യാമ്പാണ്. നമ്മൾ മനസ്സിലാക്കുന്നത് ഈ മിലിറ്ററി ക്യാമ്പുകൾ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഷെല്ലാക്രമണങ്ങൾ തുടരുന്നത് എന്നാണ്. ഈ വലിയ ഷെല്ലാക്രമണം മിലിറ്ററി ക്യാമ്പുകൾ ലക്ഷ്യം വെച്ചിരിക്കുമ്പോൾ പ്രധാനമായും ക്യാമ്പുകളിലേക്ക് എത്താതെയും മറ്റ് സ്ഥലങ്ങളിലേക്ക് അത് വീഴുകയും ചെയ്യുന്നുണ്ട്. അതാണ് ഇപ്പോൾ ഒരു പ്രതിസന്ധിയായി മാറി. നമുക്ക് ഈ വീടിന്റെ പ്രത്യേകിച്ച് ഈ കോട്ടേഴ്സിന് ഉൾവശത്തേക്കൊക്കെ വന്നു കഴിഞ്ഞാലും കാണാൻ കഴിയും എത്രത്തോളം ആഘാതം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നത്. നിലത്തെ ടൈലൊക്കെ പൊട്ടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വലിയ ആഘാതം ഇവിടെ താമസിക്കുന്ന हम इधर ही थे। हम इस टाइम नहीं थे, ड्यूटी थे। ओके सुबह इधर हम 4 बंदे रहते हैं। 4 लोग में ड्यूटी में हाँ ड्यूटी में थे। 4 പേരാണ് ഇവിടെ താമസിച്ചുകൊണ്ടിരുന്നത്. ഈ 4 പേരും ഡ്യൂട്ടിയിലായതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിൽ ഇവർക്ക് മറ്റ് അപകടങ്ങളൊന്നും ഉണ്ടാകാതിരുന്നത്. എന്താണെങ്കിലും ഓ ഗാഡി ആക്കാ है? हाँ गाड़ी मारा साहब का है, नसीम लियाकत डिस्ट्रिक्ट चेयरमैन का। ओके वो अभी इधर नहीं है, वो गाँव में गया। ഇദ്ദേഹത്തിന്റെ ഉന്നത ഉദ്യോഗസ്ഥന്റെ വാഹനമാണ് നമ്മൾ ആ കാണിച്ച XUV. ആ വാഹനമാണ് എന്താണ് തകർന്നിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ കാണാൻ കഴിയും. ഇത് ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ താമസിക്കുന്ന ക്വാർട്ടേഴ്സ് ആണ്. അവരുടെ യൂണിഫോം സംവിധാനമൊക്കെ നമുക്ക് കാണാൻ കഴിയും. അവർ താമസിക്കുന്ന ഓഫീസ് അവർ താമസിക്കുന്ന ക്വാർട്ടേഴ്സ് ആണ്. ഇവിടെയാണ് അവർ സാധാരണ കിടന്നുറങ്ങാറ്. ഡ്യൂട്ടിക്ക് പോയതുകൊണ്ട് മാത്രം ഇവർക്ക് മറ്റ് അപകടങ്ങളൊന്നും ഉണ്ടായില്ല. അത്തരത്തിൽ വലിയ ഷെല്ലാക്രമണമാണ് എന്താണെങ്കിലും രജൌരി കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ രാത്രി ഉണ്ടായത് എന്നത് പ്രധാനപ്പെട്ടതാണ്. പുലർച്ചെയും രാത്രിയുമായി ഉണ്ടായ ഷെല്ലാക്രമണം വലിയ നാശനഷ്ടങ്ങൾ ഈ മേഖലയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ക്വാർട്ടേഴ്സ് മാത്രമല്ല, ക്വാർട്ടേഴ്സിന് പുറത്ത് ഇനിയും കാണിക്കാൻ ഒരുപാട് കാഴ്ചകളുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ ഇത് മറ്റൊരു മുറിയാണ് ക്വാർട്ടേഴ്സിന്റെ. പൂർണ്ണമായും ചില്ലുകളൊക്കെ പൂർണ്ണമായും തകർന്ന് തരിപ്പണമായിരിക്കുന്നു എന്ന് വേണം പറയാൻ. അത്തരത്തിൽ ഉണ്ടായ ഷെല്ലാക്രമണമാണ്. കാരണം ഇതിന്റെ ഒരു വ്യാപ്തി എന്ന് പറയുന്നത് നമുക്ക് ആ വാഹനങ്ങളുടെ, അതായത് മുന്തിയ നല്ല വില കൂടിയ വാഹനങ്ങളുടെ അതിന്റെ ബിൽഡ് ക്വാളിറ്റിയൊക്കെ നമ്മൾ എപ്പോഴും പറയാറുള്ള വാഹനങ്ങളുടെയൊക്കെ ബോഡി കണ്ടാൽ അറിയാം എത്രത്തോളം ആക്രമണമാണ് ഷെല്ലുകൾ നടത്തുന്നത് എന്നത്. അത്തരത്തിൽ വലിയ ആക്രമണങ്ങൾ എന്താണെങ്കിലും ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞ പോലെ ഈ ക്വാർട്ടേഴ്സ് മാത്രമല്ല, ക്വാർട്ടേഴ്സിന് പരിസരത്തുള്ള വാഹനങ്ങൾ, അത്തരത്തിൽ വാഹനങ്ങൾ മാത്രമല്ല മറ്റു വാഹനങ്ങൾ, ഇത്തരത്തിപ്പോൾ ഇവർ ഉന്നത ഉദ്യോഗസ്ഥന്റെ വാഹനമാണ്. ഈ വാഹനം ഏറെക്കുറെ വലിയ രീതിയിൽ തന്നെ തകർന്നിരിക്കുന്നു, തരിപ്പണമായിരിക്കുന്നു എന്നാണ് പറയാൻ. കാരണം ചില്ലുകൾ തകർന്നിട്ടുണ്ട്, ഡോറുകളിൽ വലിയ പാടുകളുണ്ട്. അതോടൊപ്പം തന്നെ വാഹനത്തിന്റെ ഉൾവശത്ത് വലിയ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് പാടുകൾ, ഒരുപാട് നാശനഷ്ടങ്ങൾ ഈ മേഖലയുണ്ട്. ഇത് മാത്രമല്ല, നമുക്ക് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത് ഈ ടാറിട്ട റോഡാണ്. ഈ റോഡിന്റെ അവസ്ഥ എന്ന് പറയുന്നത് ഷെല്ലുകൾ വീണ് ഏറെക്കുറെ റോഡ് തകർന്നിരിക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റു വാഹനങ്ങൾ, ഒരുപാട് വാഹനങ്ങൾ ഇത്തരത്തിൽ പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലമാണ്. ആ വാഹനങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഒരു ട്രാൻസ്ഫോമർ ഉണ്ടായിരുന്നു. ആ ട്രാൻസ്ഫോമറിനും യഥാർത്ഥത്തിൽ ഷെല്ലാക്രമണം ഉണ്ടായിട്ടുണ്ട്. ട്രാൻസ്ഫോമറിനും കേടുപാടുകൾ സംഭവിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഒരു ആൾട്ടോ കാറാണ് ഈ കിടക്കുന്നത്. കേടുപാടുകൾ ട്രാൻസ്ഫോമറിനും ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ വലിയ സംഭവങ്ങൾ, പ്രത്യേകിച്ച് ഈ ഏറ്റുമുട്ടൽ, ഈ സംഘർഷം, ഈ ആക്രമണമൊക്കെ വലിയ തരത്തിൽ തന്നെ പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇതൊരു മറ്റു ഉദ്യോഗസ്ഥന്റെ ആൾട്ടോ കാറാണ്. ഈ കാറിന്റെ ചില്ലുകൾ പൂർണ്ണമായി തകർന്നിരിക്കുന്നു. കാറിന് വലിയ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഇപ്പോൾ ഈ ക്വാർട്ടേഴ്സിൽ നിന്ന് മെയിൻ റോഡിലേക്കുള്ള വഴിയാണ് ഈ കാണുന്നത്. ഈ വഴിയിലും ആക്രമണം ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ഭിത്തിയിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയും എത്രത്തോളം ഈ ഭിത്തിയിലൊക്കെ ആക്രമണം ഉണ്ടായിട്ടുണ്ടെന്ന്. അതോടൊപ്പം തന്നെ ചില വാഹനങ്ങൾ, അവിടെയും ദൃശ്യങ്ങളിൽ കാണുന്നതും ഒരു വാഹനം ഷെല്ലാക്രമണത്തിൽ തകർന്നതാണ്. ആ വാഹനത്തിനും ഒരു സ്വിഫ്റ്റ് കാറാണ്. അതിനും വലിയ രീതിയിൽ തന്നെ ആക്രമണത്തിൽ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവിടെ ചില വീടുകളുടെ ചില്ലുകൾ നമുക്ക് കാണാൻ കഴിയും. ചില്ലുകളിലൊക്കെ വലിയ പാടുകൾ, അതായത് നമുക്ക് ഇപ്പർ സൈഡിലേക്ക് ജസ്റ്റ് ഒന്ന് വന്നു കഴിഞ്ഞാൽ ഈ കാണുന്നത് മിലിറ്ററി ക്യാമ്പാണ്. അത് ഒരുപാട് കാണിക്കുന്ന പരിമിതികളുണ്ട്. ഈ മിലിറ്ററി ക്യാമ്പ് ആയിരിക്കണം ഒരുപക്ഷെ ഇവരുടെ ലക്ഷ്യമെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഈ ക്യാമ്പിൽ നിന്ന് തൊട്ടടുത്ത് കാണുന്ന ഈ ബിൽഡിംഗ്, അതോടൊപ്പം തന്നെ ഈ വാഹനം, അതോടൊപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച അഡീഷണൽ DC-യുടെ വസതി, ഔദ്യോഗിക വസതി, അത്തരത്തിൽ വിവിധ മേഖലകളിലാണ് വലിയ ആക്രമണം ഉണ്ടായത്. ഈ കാറ് ഇപ്പോൾ ഏറെക്കുറെ ഈ കാറിന്റെ ഈ ചില്ലുകളൊക്കെ തകർന്ന് വലിയ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അത്തരത്തിൽ കബു ആബായ് सुबह मॉर्निंग में आप लोग इधर था? हाँ इधर ही था। ये है ना, बिल्डिंग को थोड़ा फ्रंट से भी नुकसान हुआ। AD साहब का क्वार्टर ये है, तो ये फिर यहाँ पे गाड़ी वगैरह चालू हुआ है शेलिंग? ये आफ्टर आई थिंक नमाज के बाद हाँ नमाज तो रात से हो रही है, तकरीबन आगे पीछे हो रही है सराउंडिंग में।
तो यहाँ सुबह तकरीबन 5:30 के बाद जो है ना यहाँ पर सीढ़ी में शुरू निकल रहे हैं यहाँ से, कहीं जो गाँव में रहते हैं वहाँ जा रहे हैं। आप जो हम ഓഫീസേഴ്സ് नहीं, ये हमारी ये गरीब हमारा घर था ये। जी जी जी। എന്താണെങ്കിലും അരുൺ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും ആളുകളൊക്കെ ഇവിടെ നിന്ന് നാട് വിട്ട് പോകുന്ന കാഴ്ച. ഇവരൊക്കെ മറ്റ് പല ഉദ്യോഗസ്ഥരുടെയും ഭാര്യമാരും മക്കളും ഒക്കെയാണ്. ഇവരൊക്കെ ഇവരുടെ നാടുകളിലേക്ക് മടങ്ങുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് ഈ കാണാൻ കഴിയുന്നത്. അത്തരത്തിൽ രജൌരി അടക്കമുള്ള മേഖലകൾ ജനവാസത്തിന് ഒട്ടും യോഗ്യമല്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റിയിരിക്കുന്നു. ഇത്തരത്തിൽ സംഘർഷം മാറിയിരിക്കുന്നു. പാകിസ്ഥാന്റെ ആക്രമണം വലിയ രീതിയിൽ തന്നെ ഈ മേഖലയിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെയാണ് അഡീഷണൽ DC അടക്കമുള്ള ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ട അടക്കമുള്ള ആ പ്രദേശങ്ങളടക്കം നമുക്ക് എന്താണെങ്കിലും ഇപ്പോൾ ആ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് എത്രത്തോളം ആണ് പ്രതിസന്ധി ഉണ്ടാക്കിയതെന്നുള്ളത് നമുക്ക് ദൃശ്യത്തിൽ കാണാൻ കഴിയും. മറ്റൊരു കാറിന്റെ പിൻവശം അവിടെ തകർന്നിരിക്കുന്നത്. അത്തരത്തിൽ വലിയ നാശനഷ്ടങ്ങൾ ഈ മേഖലയിൽ ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെങ്കിൽ പോലും ഈ സൈന്യത്തിന്റെ ഭാഗത്തുനിന്ന് തിരിച്ചടി വിവിധ മേഖലകളിൽ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് പൂഞ്ച് രജൌരി അടക്കമുള്ള മേഖലകൾ കഴിഞ്ഞ രാത്രി വലിയ ഏറ്റുമുട്ടലിനാണ്. യുദ്ധസമാനമായ സാഹചര്യമല്ല, യുദ്ധത്തിൽ തന്നെ സാക്ഷ്യം വഹിച്ചു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അത്തരത്തിൽ വലിയ ഏറ്റുമുട്ടൽ തന്നെ കഴിഞ്ഞ ദൃശ്യങ്ങളൊക്കെ പകർത്തിക്കൊള്ളൂ. നമുക്ക് കുറച്ച് സമയത്തിനുള്ളിൽ അത് വീണ്ടും ഡെഫേർഡ് ലൈവായി പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. അവിടെ നടന്ന സംഭവത്തിന്റെ രൂക്ഷത ഇപ്പോൾ പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ട്. നോബൽ മാരിക്കാരൻ അവിടെ സുരക്ഷിതമായി റിപ്പോർട്ട് ചെയ്ത ആ സ്ഥലത്ത് നിന്ന് മാറുക. കാരണം അതിപ്പോഴും പാകിസ്ഥാന്റെ ഡ്രോണുകൾക്ക് വരാൻ സാധ്യതയുള്ള ഇടങ്ങളാണ്. ഇന്നലെ രാത്രിയിൽ തുടർച്ചയായിട്ട് ഈ പ്രദേശങ്ങളിൽ ഷെല്ലാക്രമണം ഉണ്ടായിരുന്നു. ജമ്മു കാശ്മീരിൽ മുതിർന്ന ഉദ്യോഗസ്ഥനാണ് ഈ താപ്പ, ജില്ലാ വികസന കമ്മീഷണറാണ്. ആ ഉദ്യോഗസ്ഥൻ ഇന്നലെ തന്നെ ജമ്മു കാശ്മീരിലെ സ്ഥിതിഗതികൾ വിലയിരുത്താൻ ഒമർ അബ്ദുള്ള വിളിച്ച യോഗത്തിൽ പങ്കെടുത്തയാളാണ്. ഇന്ന് പുലർച്ചെ എഴുന്നേൽക്കുമ്പോൾ പാകിസ്ഥാന്റെ ഷെല്ലാക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന വാർത്ത പങ്കുവച്ചിരിക്കുന്നത് ഒമർ അബ്ദുള്ള തന്നെയാണ്. മുഖ്യമന്ത്രി ആ സ്ഥലത്താണ്. ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി നോബൽ മാരിക്കാരനും നന്ദു പേരാമ്പ്രയും ഉള്ളത്.